മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ. അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോനറിയണേ, ഞങ്ങളെ പടച്ചോനറിയണേ. മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ. അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോനറിയണേ, ഞങ്ങളെ പടച്ചോനറിയണേ. ഓ അല്ലാ മടവൂരേ, ഓ അല്ലാ മടവൂരേ. കാലമാകെ പോറ്റിടും അർശിന്റെ നാഥനായിടും മാലിക്കുൽ മുൽക്കായ മുൽക്കേ ശൈഖനാ മടവൂർ വലി. ഒരു ചെറുപ്പക്കാരൻ പാട്ടുപാടുകയാണ്, വ്യാജത്തരീക്കത്തുകാരനാണ്. അവൻ പാട്ടുപാടുകയാണ്. എന്താ പാട്ടുപാടുന്നത്? നിങ്ങളെ പടച്ചോനാരാ? ഞങ്ങളെ പടച്ചോൻ മടവൂരാ. അങ്ങനെ പടച്ചോനാണ് മടവൂര് ശൈഖ് എന്ന് പറഞ്ഞിട്ട് പാട്ടുപാടുകയാണ്. ഇന്നാലില്ലാഹ് സുബ്ഹാനല്ലാഹ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, മടവൂര് ശൈഖ് പടച്ചവനാണെന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു പാട്ട് കേട്ടു, അതിൽ പറയുന്നത് എന്താണ്? അർശിന്റെ അധിപനും മടവൂരാണ്, മാലിക്കുൽ മുലൂക്കും മടവൂരാണ്. ഇന്നാലില്ലാഹ്. ഇത് അള്ളാഹുവും സൃഷ്ടിയും ഒന്ന് തന്നെയാണെന്ന് വാദിക്കുന്ന കക്ഷികളാണ്. എല്ലാം ഒന്ന് തന്നെയാണ്, അതാണ് കക്ഷി. അത്തരം കക്ഷികളുടെ വാദാണ് എന്താണ്? മാലിക്കുൽ മുലൂക്കും അർശിന്റെ അധിപനും അള്ളയൊക്കെ മടവൂരാണ് എന്നുള്ള വാദം. ഇത് ശരിയായ കുഫറാണ്. ഈ കുഫർ പച്ചയായി പ്രചരിപ്പിക്കുമ്പോ അതിനെതിരെ സംസാരിക്കാൻ പലപ്പോഴും പല മുസ്ലിംമാരും തയ്യാറാകുന്നില്ല. ഞാൻ വേദന പറയാം. ഇത് കുഫറാണെന്ന് പറയണ്ടേ ജനങ്ങളോട്? അത് പറയാൻ തയ്യാറാകുന്നില്ല. അതിനെ ന്യായീകരിക്കാൻ നടക്കാണ് കള്ളത്തരീക്കത്തുകാരൻ. മനുഷ്യന്മാരെ ഈമാൻ നശിപ്പിക്കുകയാണ്. ഈമാൻ പോയിട്ട് എന്ത് കിട്ടിയിട്ടെന്താ ഇവിടെ കാര്യം?